വെൽക്കം ബാക്ക് ടു എഡ്ജ് വാലറ്റ്. അപ്പോൾ നമ്മൾ ഓൾറെഡി കുറേ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പല കുട്ടികളും ഭയങ്കര ഡിപ്രഷനിലാന്നൊക്കെ പറയുന്നുണ്ട്. ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇംഗ്ലീഷിന്. മെയിനായിട്ട് നമ്മൾ പറഞ്ഞ ടോപ്പിക്സും കാര്യങ്ങളൊക്കെ എല്ലാവരും പഠിക്കുക. നമ്മൾ ഇന്ന് രാവിലെ ഇട്ട വീഡിയോ കംപ്ലീറ്റ് കാണുക. അതിൽ ഞാൻ ഏതൊക്കെ നിങ്ങൾ മസ്റ്റായിട്ട് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്തായാലും നിങ്ങൾ കംപ്ലീറ്റ് കാണാൻ വേണ്ടി ട്രൈ ചെയ്യുക. അത് നന്നായിട്ട് പഠിക്കുക. ടെൻഷൻ അടിച്ചിട്ടൊന്നും നമുക്കൊന്നും ഉള്ള സമയം വെറുതെ നഷ്ടമാകും. അപ്പോൾ ഇനിയുള്ള മണിക്കൂറെങ്കിലും നിങ്ങളൊന്ന് കഷ്ടപ്പെട്ട് കുറച്ച് ഉറക്കമൊക്കെ ഒന്ന് കളഞ്ഞാലും കുഴപ്പമില്ല. ഒരു എക്സാം അല്ലേ, ഒന്ന് ഇമ്പ്രൂവ് ആയി കിട്ടില്ല, അത്രയും സന്തോഷമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക, കുറച്ച് സമയമൊക്കെ കൊടുത്ത് നന്നായിട്ട് പഠിച്ചെടുക്കുക. ടെൻഷൻ അടിച്ചിരിക്കരുത് കേട്ടോ. ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നോട്ടീസ് എങ്ങനെ എഴുതാം, റെസ്യൂം എങ്ങനെ എഴുതാം, ഒരു ജോബ് അപ്ലിക്കേഷൻ ലെറ്റർ എങ്ങനെ എഴുതാം എന്നൊക്കെയാണ്. എല്ലാത്തിനും എക്സാമ്പിൾ ഒരു മോഡൽ മാത്രമാണ് കാണിച്ചു തരുന്നത്, അല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ നൈറ്റ് ആയി, അപ്പോൾ അത് എഴുതി ഇനി വീഡിയോ എടുക്കുമ്പോൾ ഒരുപാട് സമയം ലേറ്റ് ആവും. അപ്പോൾ അതുകൊണ്ടാണ് ഡയറക്റ്റ് നിങ്ങൾക്ക് ആൻസേഴ്സ് അടക്കം കാണിച്ചു തരുന്നത്. സോ ഇങ്ങനെയാണ് ഒരു നോട്ടീസാണ്. ഒരു ആനുവൽ സ്പോർട്സ് ഡേയുടെ ഒരു നോട്ടീസാണ്. ആർക്കൊക്കെ പങ്കെടുക്കണം എന്നുള്ള കുട്ടികളുടെ പേര് തരണം, ഇന്ന ദിവസം നടക്കും എന്നൊക്കെ പറഞ്ഞൊരു നോട്ടീസാണ്. ഒരു ഫോർമാറ്റ് മാത്രമാണ്. നോട്ടീസ് എഴുതുമ്പോൾ എപ്പോഴും ഒരു ബോക്സിൽ എഴുതുക, സ്കൂളിലെ പേര് മുകളിൽ കൊടുക്കുക, ഡേറ്റ് കൊടുക്കുക, നോട്ടീസ് എന്നുള്ളതൊക്കെ കൊടുക്കുക. അപ്പോൾ ഇവിടെ ആനുവൽ സ്പോർട്സ് ഡേ കാരണം ആനുവൽ സ്പോർട്സ് ഡേ എന്ന് കൊടുക്കുക. എന്നിട്ട് ഇതായത് എപ്പോഴും ഇതുപോലെ കൊടുക്കുക. ദിസ് ഈസ് ടു ഇൻഫോം ദാറ്റ് ദ ആനുവൽ സ്പോർട്സ് ഡേ ഇസ് ഗോയിങ് ടു ബി ഹെൽഡ് ഓൺ. നടക്കാൻ പോവാണ് എന്നാണ്. ഡേറ്റിന് മുമ്പ് ഓൺ August 28, 2021 ഇൻ ദ സ്കൂൾ പ്രിമൈസസ്, സ്കൂൾ ഓഡിറ്റോറിയം എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. പിന്നെ കോമ്പറ്റീഷൻസ് 3 കാറ്റഗറീസ് ആയിട്ടുണ്ട്. ആൻഡ് ദ ലിസ്റ്റ് ഓഫ് ഇവൻറ്റ്സ് ആൻഡ് റൂൾസ് ആർ റെഗുലേഷൻസ് ആർ അവൈലബിൾ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആർക്കെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു നോട്ടീസാണിത്. ഇതൊരു സാമ്പിൾ മാത്രമാണ്. നിങ്ങൾക്ക് പല രീതിയിൽ ചോദിക്കാം. ഇത് വേറൊരു നോട്ടീസാണ്. ഒരു സ്പെഷ്യൽ മീറ്റിംഗ് നടക്കാൻ പോകുന്നുണ്ട് അതിൻ്റെ. അപ്പോൾ എപ്പോഴായാലും ഹെഡിങ് എവിടെയാണ് സ്ഥലം അത് മുകളിൽ കൊടുക്കുക, നോട്ടീസ് കൊടുക്കുക. എന്താണ് ഇവൻറ്റ്, സ്പോർട്സ് ഡേ ആണെങ്കിൽ സ്പോർട്സ് ഡേ, മീറ്റിംഗ് ആണെങ്കിൽ മീറ്റിംഗ് എന്ന് കൊടുക്കുക. എന്നിട്ട് ഇത് ഒരു സെറാങ് ഓഫ് റാണാഗഞ്ചി എന്ന് പറഞ്ഞ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു നോട്ടീസാണ്. ആ ഒരു വോയേജിന് ശേഷം എല്ലാവരും മീറ്റിംഗ് അറേഞ്ച് ചെയ്തേക്കാണ്. അപ്പോൾ ദിസ് ഈസ് ടു ഇൻവൈറ്റ് ഓൾ ദ ക്രൂ ആൻഡ് ദ പാസഞ്ചേഴ്സ് ഓഫ് ദ റാണാഗഞ്ചി ടു അറ്റൻഡ് എ സ്പെഷ്യൽ മീറ്റിംഗ്. എല്ലാവരും ഇൻവൈറ്റ് ചെയ്യുന്നു. ദ മീറ്റിംഗ് വിൽ ബി ഹെൽഡ് ഇൻ ദ, എവിടെയാണ് നടക്കുന്നത്, അപ്പോൾ ഇൻ എന്ന് കൊടുക്കുക, ഡേറ്റിന് മുമ്പ് ഓൺ എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇൻ റിക്രിയേഷൻ റൂം ഓൺ August 6, 2021 at 6:30 PM. അപ്പോൾ ടൈമിന് മുമ്പ് അറ്റ്, ഡേറ്റിന് മുമ്പ് ഓൺ, പ്ലേസിന് മുമ്പ് ഇൻ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ എന്തായാലും നോട്ടീസിൽ ഉണ്ടാവണം. ഇത് സ്പെഷ്യൽ മീറ്റിംഗ് ടു ഹോണർ ഹസൻ ഫോർ ഹിസ് സെൽഫ്ലെസ് സർവീസ്. അദ്ദേഹത്തിനെ ആദരിക്കാൻ വേണ്ടിയിട്ടാണ് ഓൾ റിക്വസ്റ്റഡ് ടു അറ്റൻഡ് ദ സെയിം. ഇതൊക്കെയാണ് ഒരു നോട്ടീസിൻ്റെ മോഡല്. കാണിച്ചത് മാത്രം പല നോട്ടീസ് ആയിരിക്കാൻ വരിക. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ബോക്സ് ഒക്കെ വരച്ച് എഴുതാം. ഓക്കെ, സോ അടുത്തത് ഒരു സാമ്പിൾ അപ്ലിക്കേഷൻ ലെറ്റർ ആണ്. നമ്മളൊരു ജോബ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെ എഴുതണം. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. സ്റ്റഡി ദ പോസ്റ്റർ ദാറ്റ് ടെൽസ് അബൌട്ട് അനദർ ഇനീഷ്യേറ്റീവ് കോൾ ടീച്ച് ഫോർ ഇന്ത്യ ബൈ ഷഹീൻ മിസ്ട്രി. അപ്പോൾ അതായത് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ്. നമുക്കത് ഫോക്കസ് ചെയ്തില്ല, വേറൊരു ചാപ്റ്ററാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ ഒരു റെസ്യൂം, നിങ്ങളൊരു അപ്ലിക്കേഷൻ ലെറ്റർ നിങ്ങൾ സെൻഡ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കുന്നു. അപ്പോൾ അപ്ലിക്കേഷൻ ലെറ്റർ എപ്പോഴും എഴുതുമ്പോൾ ഇതുപോലെ നിങ്ങൾ അഡ്രസ്സ് ഏറ്റവും ടോപ്പിൽ ഉണ്ടാവണം, ഡേറ്റ് വേണം, ആർക്കാണെങ്കിൽ ആളുടെ അഡ്രസ്സ് അവിടെ കൊടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഡിയർ സാർ, എന്നിട്ട് സബ്ജക്റ്റ് എന്തിനെ കുറിച്ചിട്ടാണ് അത് എഴുതാം. എന്നിട്ട് നമ്മൾ പറയാം നമ്മൾ എവിടെ നിന്നാണ് ഈ ഒരു ഇൻഫോർമേഷൻ കിട്ടിയത്. വിത്ത് ദ റെഫറൻസ് ടു യുവർ അഡ്വർടൈസ്മെന്റ് ഇൻ ദ ഹിന്ദു ഡേറ്റഡ്, ഹിന്ദു ന്യൂസ് പേപ്പറിൽ കണ്ട ഒരു അഡ്വർടൈസ്മെന്റിൽ നിന്നാണ് ഇങ്ങനൊരു ജോബ് അപ്ലിക്കേഷൻ അയക്കുന്നത്. ഐ വുഡ് ലൈക്ക് ടു അപ്ലൈ ഫോർ ദ പോസ്റ്റ് ഓഫ് ടീച്ചിങ് ഫാക്കൽറ്റി ഇൻ യുവർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇവിടെ ടീച്ചിങ് ആയതുകൊണ്ട് ടീച്ചിങ് ഫാക്കൽറ്റി എന്നുള്ളത് കൊടുക്കാം. എന്നിട്ട് ഐ ഹാവ് പാഷൻ ഫോർ ടീച്ചിങ്, ഐ ആം ഓൾസോ ഇൻട്രസ്റ്റഡ് ഇൻ. അങ്ങനെ നിങ്ങൾക്ക് എന്തിലാണ് താല്പര്യം, നിങ്ങളെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണെന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് കംപ്ലീറ്റ് അതിൽ പറയാം. ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കി വെക്കുക. അതേപോലെ റെസ്യൂം എഴുതുക. നിങ്ങൾ ജോബ് അപ്ലിക്കേഷൻ ലെറ്ററിലെ സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ട് അവസാനം റെസ്യൂം അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം. റെസ്യൂമും വേണം, ജോബ് അപ്ലിക്കേഷൻ ലെറ്ററും വേണം. റെസ്യൂം എഴുതുമ്പോൾ എപ്പോഴും നെയിം, അഡ്രസ്സ്, ഇമെയിൽ ID കൊടുക്കുക, ഫോൺ നമ്പർ, എന്തെങ്കിലും ഒബ്ജക്റ്റീവ്, നിങ്ങളെ ലക്ഷ്യം എന്താണ്, നിങ്ങൾ എന്തിനാണ് ഈ ജോബിന് അപ്ലൈ ചെയ്യുന്നത്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ്, നിങ്ങളെ PG, അതുപോലെ തന്നെ UG, നിങ്ങളെ ഡിഗ്രി, +2, 10, അതിൻ്റെ പെർസെൻറ്റേജും ഏത് വർഷമാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്താം. അതേപോലെ എക്സ്പീരിയൻസ് ഉൾപ്പെടുത്തും. നിങ്ങൾക്ക് എന്തെങ്കിലും ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടോ. അപ്പോൾ എന്ത് ജോലിക്കുള്ള ക്വസ്റ്റ്യനാണ് നോക്കുക. ഇപ്പോൾ ടീച്ചിങ് ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് എഴുതുക. അതല്ല വേറെ എന്തെങ്കിലും മാർക്കറ്റിംഗ്, വേറെ എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ മാറ്റി എഴുതുക. ഇതൊരു സാമ്പിൾ മാത്രമാണ്. ഇത്തരം ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ എന്തായാലും കൊടുക്കണം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇട്ടിട്ടുള്ളത്. റെസ്യൂമിൻ്റെ കൂടെ ജോബ് അപ്ലിക്കേഷൻ ലെറ്ററും കൂടി വേണം. അതേപോലെ എക്സ്പീരിയൻസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഏതൊക്കെ സ്ഥാപനങ്ങളിൽ നിന്നാണോ
എക്സ്പീരിയൻസ് ഉള്ളത് അത് കൊടുക്കുക. ആക്ടിവിറ്റീസ്, നിങ്ങൾ ഏതൊക്കെ ആക്ടിവിറ്റിയിൽ പങ്കെടുത്തു, ഏതെങ്കിലും ക്ലബ് ആക്ടിവിറ്റീസിലുണ്ടോ അത്. അച്ചീവ്മെൻറ്റ്സ്, നിങ്ങൾ ഏതെങ്കിലും സെമിനാറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയാം. എന്തെങ്കിലും റാങ്ക് ഹോൾഡർ ആണെങ്കിൽ അത് പറയാം. അതൊക്കെ ഒന്ന് അതിൽ കൊടുക്കുക. സ്കിൽസ്, ലാംഗ്വേജ്, ഇൻട്രസ്റ്റ്, ഇത്രയും കാര്യങ്ങൾ റെസ്യൂമിൽ വരണം. ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് നോക്കുക. നിങ്ങളൊന്ന് പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുക. കാണാതെ ഇങ്ങനെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ എന്തെങ്കിലും ഇതുപോലൊക്കെ വേണമെങ്കിൽ ഇതേ മോഡൽ തന്നെ എഴുതാം. ജോബ് ക്വാളിഫിക്കേഷൻ എന്തിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് നോക്കുക. ക്വസ്റ്റ്യനിൽ ഇവിടെ ടീച്ചിങ് ആയതുകൊണ്ട് നിങ്ങൾ എന്ത് കൊടുക്കുക, നിങ്ങൾ UG PG ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുക. എന്തെങ്കിലും ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് എക്സ്പീരിയൻസ് ഉള്ള ഭാഗത്ത് ടീച്ചിങ് എക്സ്പീരിയൻസ് കൊടുക്കുക. അപ്പം അങ്ങനെ ക്വസ്റ്റ്യൻ ആയിട്ട് വായിച്ചിട്ട് ഇതേപോലെ കൊടുക്കുക. ഇതിൽ സ്കില്ല്, ലാംഗ്വേജ്, ഇൻട്രസ്റ്റ്, അച്ചീവ്മെൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട് ചെയ്തിട്ട് അതുപോലെ എഴുതാൻ കുഴപ്പമൊന്നുമില്ല. ആ ജോബ് അപ്ലിക്കേഷൻ ലെറ്റർ നന്നായിട്ട് ശ്രദ്ധിക്കുക. അതിൽ നമ്മൾ എന്തായാലും സബ്ജക്റ്റ് ഡിയർ സാറിനൊക്കെ പറഞ്ഞിട്ട് ഐ വുഡ് ലൈക്ക് ടു അപ്ലൈ ഫോർ ദ ജോബ് ഓഫ്, ഞാൻ ഈ ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ പറഞ്ഞ കാര്യങ്ങളും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ഒക്കെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.